നീ ഏത് കോലത്തെ തമ്പുരാട്ടി അടി? നിന്റെ തന്തയുടെ പ്രായമുള്ള ഒരുത്തനല്ലേ നീ ഇവിടെ ഇടിച്ചിട്ട് പോയ? കാണുന്ന പ്രൗഢിയൊന്നും പോലെ ആദ്യം ഒരു മനുഷ്യനാകണം. താൻ ആരാണോ? തന്റെ ആരെങ്കിലും ആണോ വീണ്? ഞങ്ങൾ ആ വഴി പാസ്സായപ്പോ അങ്ങോട്ട് വീണ്, അത്രേ ഉള്ളൂ. ഒരുമാതിരി നുണ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചിന്റെ. മോനെ ഒന്നും ചെയ്യല്ലേ, തെറ്റ് ഞങ്ങളുടെ ഭാഗത്താ. ഞങ്ങൾ ഈ നാട്ടുകാരെ അല്ല. ഇത്തവണത്തേക്കൊന്ന് മോൻ ക്ഷമിച്ചു. വിളിച്ചോണ്ട് പോയിനെ വാടി. ഓ, നാട്ടുകാരുടെ മെക്കിട്ട് കാണാൻ രാവിലെ തന്നെ അമ്മയും മോളും കൂടെ ഇറങ്ങിക്കോണോ? എടോ, എവിടെ നോക്കിയാലും താനാണല്ലോ. താൻ മാത്രമേ ഉള്ളൂ ഈ നാട്ടില്. ഞാൻ മാത്രമേ നാട്ടിലുള്ളൂ. എന്തേ? മോനെ, ഇവിടെ അടുത്തൊരു ജയ ടീച്ചർ ഇല്ലായിരുന്നോ? വടക്കേടത്തായിരുന്നു മുമ്പ് അവര് താമസിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഒരു പുതിയ അങ്ങോട്ട് മാറിയെന്ന് പറഞ്ഞു. എവിടെയാണെന്നറിയാവോ? അല്ല, എന്തിനാ ഇപ്പൊ ടീച്ചറിന്റെ വീട്ടിൽ പോയിട്ട്? ഞങ്ങൾ കുറെ നാളായിട്ട് അറിയണം, വഴി അറിയാമെങ്കിൽ അത് പറഞ്ഞാ പോരെ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അമ്മയും മോളും കൂടെ തന്നെ ചോദിച്ചു വെക്കും. മോനെ പോവല്ലേ, നിക്ക്. മോനെ വഴി അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞതാ. അമ്മ എന്തിനാ അമ്മ ഇയാളുടെയൊക്കെ കാല് പിടിക്കണ? നമുക്ക് വേറെ ആരോടെങ്കിലും ചോദിക്കാം. മോനെ വഴി ഞാൻ കാണിച്ചു തരാം. അവിടെ ചെല്ലണ വരെ ഇവിടെ വാ പൊങ്ങിയില്ലേ, ഇവിടെ ചവിട്ടി ഞാൻ ഈ വെള്ളത്തിൽ ഇടും. എന്താ വന്നില്ലേ? ഞാനും ടീച്ചറിന്റെ വീട്ടിലേക്കാ. അതേ വരുവാ. തുറക്ക്. ടീച്ചറെ, രണ്ടുപേരും വന്നിട്ടുണ്ട്. ആ ടീച്ചറെ, നിങ്ങൾ ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട് ബാ കേറി. ഇന്നലെ സമയം കിട്ടിയില്ല, അടിക്കപ്പുറക്ക് വന്നപ്പോ താമസിച്ചു പോയി. ഇവിടുത്തെ വേലക്കാരനാണല്ലേ? ഇവിടെ തന്നെ റിട്ടയർ വേണമെന്ന് പറഞ്ഞു പോയ ആളാ. 20 വർഷം പോയ പോക്കേ. ശരിയാ ടീച്ചറെ, കേരളം എനിക്ക് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ലല്ലോ ജീവിതം നമ്മളെ കൊണ്ടുപോകുന്നത്. അമ്മുക്കുട്ടി വളർന്ന നല്ല സുന്ദരിയായല്ലേ ടീച്ചറെ? അപ്പൊ നമ്മുടെ ഉണ്ണി ഇവിടെ മണി 9 ആയി. കരയോത്തിൽ മീറ്റിംഗിന് രാമേന്ദ്രൻ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു.